Good morning. This is me, Annie Sneha. സൈക്കോളജിക്കൽ കൺസെപ്റ്റ്സ് ഓഫ് സോഷ്യൽ വർക്കിലെ തോട്ട്, തിങ്കിങ്, ലേണിംഗ് ആൻഡ് കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന ടോപ്പിക്സിനെ കുറിച്ചാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോഷ്യൽ വർക്കിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ ഹ്യൂമൻ വെൽബീങ് എൻഷുർ ചെയ്യുക, എംപവേർഡ് ആക്കുക, സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുക എന്നൊക്കെയാണ്. ഒരു എഫക്റ്റീവ് ഇൻ്റർവെൻഷനും അസസ്മെൻറ്റും ഒക്കെ നടത്തുന്നതിനായിട്ട് ഒരു സോഷ്യൽ വർക്കറിനെ ഹെൽപ്പ് ചെയ്യുന്ന സൈക്കോളജിക്കൽ കൺസെപ്റ്റ്സ് ആണ് തോട്ട്, തിങ്കിങ്, ലേണിംഗ്, കൺസെപ്റ്റ് ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഈ ടോപ്പിക്സിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് തോട്ട് ആൻഡ് തിങ്കിങ് എന്ന ടോപ്പിക്കാണ്. തോട്ടും തിങ്കിങ്ങും ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ്. പക്ഷേ ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പം എന്താണ് തോട്ട്? തോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെൻ്റൽ പ്രോസസ്സാണ്. നമ്മൾ പറയത്തില്ലേ, നമ്മുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു തോട്ട് വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ വന്നു എന്നൊക്കെ. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ തോട്ട് എന്ന് പറയുന്നത്. അപ്പം എന്താ പറയുക, നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസോ കൺസെപ്റ്റ്സോ എന്തോ ആവും തോട്ട് എന്ന് പറയുന്നത്. തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ തോട്ടിൽ നിന്നും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്, എന്നാൽ തമ്മിലൊരു ഇൻ്റർ കണക്റ്റഡും ആണ്. തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. എന്താ കോഗ്നിറ്റീവ് പ്രോസസ്സ്? കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ പ്രോസസ്സ് തന്നെയാണ്. എന്ത് ടൈപ്പ് ഓഫ് മെൻ്റൽ പ്രോസസ്സ്? which allows us to process information, perceive, attend, remember, learn, reason and solve problems and make decision. ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻ്റൽ പ്രോസസ്സിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനും ആലോചിക്കാനും ലേൺ ചെയ്യാനും എന്തായിരുന്നു പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെൻ്റൽ പ്രോസസ്സിനെയാണ് നമ്മൾ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പം തോട്ടും തിങ്കിങ്ങും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ബട്ട് തിങ്കിങ് ഈസ് ദ പ്രോസസ് ദാറ്റ് ജനറേറ്റ്സ് തോട്ട്സ്. നമ്മൾ ആലോചിക്കുന്ന സമയത്ത്, നമ്മൾ ആലോചിക്കുന്ന സമയത്താണ് നമുക്ക് പുതിയ 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 തോട്ട്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഇൻ്റർ കണക്റ്റഡും ആണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ലേണിംഗ്. ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പുതിയൊരു നോളജോ സ്കില്ലോ ആറ്റിറ്റ്യൂഡോ എന്തെങ്കിലും നമ്മൾ അക്വയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നത്? നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസിൽ നിന്നൊക്കെയാണ് നമ്മൾ ലേണിംഗ് അക്വയർ ചെയ്യുന്നത്. അപ്പം ഇതിന് സോഷ്യൽ വർക്കിൽ മെയിനായിട്ട് കുറേ ലേണിംഗ് തിയറീസ് ഉണ്ട്. ലൈക്ക് കോഗ്നിറ്റീവ് തിയറി, ബിഹേവിയറൽ തിയറി, സോഷ്യൽ തിയറി, അങ്ങനെ കുറേ തിയറീസ് ഉണ്ട്. അപ്പോൾ ഈ ലേണിംഗ് തിയറീസ് യൂസ് ചെയ്യുന്നത് വഴി ഒരു ക്ലയൻറ്റിൻ്റെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാനും പുതിയൊരു ഇൻ്റർവെൻഷൻ കൊടുക്കാനും ഒക്കെ സോഷ്യൽ വർക്കറിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നോക്കാൻ പോകുന്നതാണ് കൺസെപ്റ്റ് ഫോർമേഷൻ. കൺസെപ്റ്റ് ഫോർമേഷൻ എന്നുള്ള പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, പുതിയൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പം കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ കുറേ മെൻ്റൽ കാറ്റഗറീസ് ഉണ്ടാക്കുവാണ്. എന്തിനു വേണ്ടിയിട്ട്? കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനും ഈ സോഷ്യൽ വേൾഡുമായിട്ടുള്ളൊരു എന്താ പറയുക കോൺഫ്ലിക്റ്റിലൊരു സെൻസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് കൺസെപ്റ്റ് ഫോർമേഷൻ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മൾ കുറേ ആനിമൽസിനെ കണ്ടു. ലൈക്ക് റാബിറ്റ്, കാറ്റ്സ്, ഡോഗ്സ്, പിന്നെന്താ ലയൺ, അങ്ങനെ കുറേ ആനിമൽസിനെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ ഈ ആനിമൽസിനെ കാറ്റഗറൈസ് ചെയ്യും. പെറ്റ്സ് എന്നൊരു കാറ്റഗറി കൊടുത്തിട്ട് നമ്മളിതിനെ കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കും നോക്കുന്നത്? കമ്പാനിയൻഷിപ്പ് നോക്കും, ഡൊമസ്റ്റിക്കലി അതിനെ വളർത്താൻ പറ്റുമോ നോക്കും. ഇങ്ങനെ കുറേ കാറ്റഗറീസ് ഒക്കെ വെച്ചിട്ട് ഇതിൽ റാബിറ്റ്, ഡോഗ്, കാറ്റ് എന്നൊക്കെ ഉള്ളതിനെ നമ്മളെടുത്ത് പെറ്റ്സ് എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് നമ്മുടെ മൈൻഡ് തന്നെ ഇടും. അപ്പം ഇങ്ങനെയുള്ള ഇതാണ് നമ്മൾ കൺസെപ്റ്റ് ഫോർമേഷൻ പറയുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ആസ് എ സോഷ്യൽ വർക്കർ ഇങ്ങനെ പുതിയ കൺസെപ്റ്റ്സ് ഫോം ചെയ്യാൻ, അതായത് ഓൾറെഡി ഇപ്പം ഒരു പ്രോബ്ലത്തിൽ നിൽക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു പുതിയ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാം. അത് ത്രൂ അവർക്കൊരു പോസിറ്റീവ് ചേഞ്ചും ഒരു ഗ്രോത്തും അവരുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൺസെപ്റ്റ് ഫോർമേഷൻ ത്രൂ ഒരു സോഷ്യൽ വർക്കറിന് സാധിക്കും. ഇനി നമുക്ക് വരുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇൻ സോഷ്യൽ വർക്കാണ്. ആപ്ലിക്കേഷൻസിൽ വരുമ്പോഴത്തേക്ക് 4 എണ്ണമാണ് മെയിനായിട്ട് പറയുന്നത്: അസസ്മെൻറ്റ്, ഇൻ്റർവെൻഷൻ, എംപവർമെൻറ്റ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഇപ്പോൾ ഇതിൽ അസസ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഓൾറെഡി നമ്മൾ നോക്കി കുറേ സൈക്കോളജിക്കൽ കൺസെപ്റ്റ്സ് ഉണ്ടല്ലോ. ഈ കൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ട് ഒരു ബെറ്റർ അസസ്മെൻറ്റിന് സോഷ്യൽ വർക്കറിന് സാധിക്കും. അതുപോലെ ഒരു എഫക്റ്റീവ് ഇൻ്റർവെൻഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ നോക്കിയ ലേണിംഗ് തിയറീസ് അല്ലെങ്കിൽ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എംപവർമെൻറ്റിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പുതിയ കൺസെപ്റ്റ്സ്
ക്ലയൻറ്റിന് കൊടുക്കാനും അതുവഴി ക്ലയൻറ്റിന് ഇപ്പോൾ ഉള്ള ചാലഞ്ചസിനെ ബീറ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി അവർ ഏബിൾ ആക്കാനായിട്ടും സോഷ്യൽ വർക്കറിന് സാധിക്കും. അതുപോലെ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ കേസ് പറയുമ്പോഴും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിനെ ബ്രേക്ക് ചെയ്യാനും പുതുതായിട്ട് തിങ്ക് ചെയ്യാനും പുതിയ പോസിറ്റീവ് തോട്ട്സ് അവരിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാനുമായിട്ടുള്ളൊരു എബിലിറ്റിയും ഇത് ത്രൂ സോഷ്യൽ വർക്കേഴ്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സോഷ്യൽ വർക്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഓവറോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.